എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇവിടെ ഈ ഒരു സിറ്റി കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു അപ്പാപ്പനാണെങ്കിൽ യാതൊന്നും അറിയാതെ ഇതിന്റെ ഒരു ഭാഗത്ത് കടന്ന് ഉറങ്ങുകയാണ്. ഒരു നായയാണെങ്കിൽ അതുവഴി കടന്നുപോയി എന്തോ ഒരു കാഴ്ച കണ്ട് പേടിച്ച് അവിടുന്ന് ഓടും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഒരു സീൻ കാണിക്കും. മുൻപ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേർട്ടി ജയന്റ് മാൻ അവനെ ആ ഒരു മോൺസ്റ്റർ തല്ലി കൊല്ലുകയാണ്. അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ അസിസ്റ്റന്റ് മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ ഒരു ഡിഫറെന്റ് പവർ ഉപയോഗിച്ച് ഒറ്റയടിക്ക് അവനെ കൊന്നുകളയും. ശേഷം ഹായ് ആയിട്ട് അവിടുന്ന് പറന്ന് ദൂരേക്ക് പോവാണ്. അപ്പാപ്പനാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരും. ദൂരത്തായിട്ട് ഇല്ലാതെ മരിച്ചു കിടക്കുന്ന ആ ജയന്റിനെ കണ്ട് അപ്പാപ്പൻ ഷോക്ക് ആവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ പേടകം കാണിക്കുകയാണ്. വില്ലത്തി പെണ്ണാണെങ്കിൽ മെയിൻ മോൺസ്റ്ററിന് കഴിക്കാനായിട്ട് ഇപ്പോ ഒരു ഡ്രിങ്ക് കൊടുക്കും. അവനാണെങ്കിൽ അത് ആ ഡ്രിങ്കിലൊന്ന് ടച്ച് പോലും ചെയ്യാതെ അതങ്ങനെ കുടിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ആൾക്കാരും അത് അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കും. അതിന്റെ അസിസ്റ്റന്റ് ഒരു ഫ്ലൈങ് ദിനോസർ അതാണെങ്കിൽ ഇപ്പൊ ആ മെയിൻ മോൺസ്റ്ററിനോട് പറയും, നമുക്കിനി ഒട്ടും സമയമില്ല, ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തണം. ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്തെ കീഴടക്കാനായിട്ട് കഴിയും. പക്ഷെ അതിനു മുൻപ് നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആദ്യം നിങ്ങൾ യങ്ങായി മാറണം. അതിന് നമുക്ക് ആ ഡ്രാഗൺ ബോൾ അത് കൂടിയേ തീരുമെന്ന് പറയും. ഇവിടെ ബീസ്റ്റിനാണെങ്കിൽ അവന് കൂടുതൽ ടെൻഷനാവും. കാരണം ആ ഡ്രാഗൺ ബോളിന് വേണ്ടിയാണ് ആ ഒരു വലിയ സീലിംഗ് പാത്രത്തിൽ നിന്ന് അവൻ ഈ ഒരു മോൺസ്റ്ററിനെ തുറന്നു വിട്ടത്. പക്ഷെ ഇപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം അത് ബീസ്റ്റിനും ടീമിനും ഇല്ല. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, എനിക്ക് എത്രയും വേഗം യങ് ആവണം, ബാക്കിയുള്ള 6 ഡ്രാഗൺ ബോൾസ് അതെന്റെ കയ്യിൽ കിട്ടണം, എന്റെ അസിസ്റ്റന്റിന് മാത്രമേ അതെനിക്ക് കൊണ്ടുത്തരാൻ കഴിയൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ പവർ കൊടുക്കും. ഒരുപാട് പവർ അത് അവന്റെ ബോഡിയിൽ ക്രിയേറ്റ് ആയി ഇപ്പൊ അവന്റെ വായിലൂടെ എന്തോ ഒന്ന് പുറത്തേക്ക് വരികയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. അവര് ഓടും വെറുപ്പോടും കൂടെ അത് കണ്ണ് പൊത്തി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്ററിന്റെ വായിലൂടെ ഒരു വലിയ മുട്ട അത് താഴേക്ക് വന്ന് വീഴും. ആ ഫ്ലൈങ് ദിനോസർ ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ കൺഗ്രാജുലേറ്റ് ചെയ്യും, നിങ്ങൾക്ക് പുതിയൊരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്, ഇതിന്റെ പേരെന്താണ്? അതിന് ആ മോൺസ്റ്റർ പറയും, ഇതിന്റെ പേര് ഡാർക്ക് എന്നാണ്. അടുത്ത നിമിഷം ആ ഡാർക്ക് മോൺസ്റ്റർ ആണെങ്കിൽ ആ ഷെല്ല് തകർത്ത് പുറത്തേക്ക് വരും. മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ ഡ്രാഗൺ ബോൾ കാണിച്ചു കൊടുക്കും, നിന്റെ ജോലി ഇതുപോലുള്ള ഡ്രാഗൺ ബോൾസ് അത് കളക്ട് ചെയ്യുക എന്നതാണ്. സമയമില്ല, എത്രയും വേഗം ഈ ഡ്രാഗൺ ബോൾസ് എല്ലാം കളക്ട് ചെയ്ത് നീ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയും. അതിന് ആ ഡാർക്ക് ബീസ്റ്റ് ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ബീസ്റ്റിനോട് ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് ചോദിക്കും. ഉടനെ ദൂരത്തായിട്ട് അവൻ അടുത്തുള്ള ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ അത് കാണിച്ചു കൊടുക്കും. അത് മനസ്സിലാക്കി ഇപ്പോ ആ ഡാർക്ക് മോൺസ്റ്റർ ആ പേടകത്തിൽ നിന്ന് പതിയെ പുറത്തേക്ക് പോവാണ്. ഇവിടെ ആ ഡോഗ് ആണെങ്കിൽ ഇപ്പൊ ബീസ്റ്റിനോടും വില്ലത്തിപ്പെണ്ണിനോടും പറയും, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോവാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രാഗൺ ബോൾസ് മുഴുവനായിട്ടും ആ മോൺസ്റ്റർ കൈക്കലാക്കും, അവനായിരിക്കും പിന്നീട് ഈ ലോകത്തെ ഭരിക്കുക. ആണെങ്കിൽ അത് കേട്ട് പേടിയാവും. നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ സംസാരിക്കാനായിട്ട് പാടില്ല, നമ്മൾ സംസാരിക്കുന്ന കാര്യം പോലും അവൻ കേൾക്കുമെന്ന് പറഞ്ഞ് ആണെങ്കിൽ നൈസായിട്ട് തിരിഞ്ഞു നോക്കും. ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അവരെ നോക്കി അങ്ങനെ പല്ല് കടിക്കുകയാണ്. അത് കണ്ട് അവർ 3 പേരും ഭയപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഗോക്കു വീണ് കിടക്കുന്ന ആ ഒരു വലിയ കാട് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ക്രീച്ചേഴ്സ്. ഒരു ബി ആണെങ്കിൽ അങ്ങനെ തേനൊക്കെ കുടിച്ച് ഹായ് ആയിട്ട് നടക്കും. ഒരു തവളയാണെങ്കിൽ ഇപ്പൊ ഗോകുനെ ഒന്ന് നക്കും. അവൻ പതിയെ കണ്ണു തുറക്കും. അവന് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഞാനിപ്പോ എവിടെയാണെന്നൊക്കെ ചിന്തിച്ച് അവനാണെങ്കിൽ ഒരുപാട് വേദനയിൽ പതിയെ എഴുന്നേൽക്കും. അവന്റെ സ്റ്റിക്ക് എടുത്ത് പുറകിൽ കണക്ട് ചെയ്ത് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എത്രയും വേഗം ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു മരത്തിൽ ഒരുപാട് ഫ്രൂട്ട്സ് കാണുകയാണ്. ആക്രാന്തത്തോടു കൂടെ നോക്കുവാണെങ്കിൽ ചാടി ഓടി വന്ന് അത് പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അതൊരു മോൺസ്റ്ററായി മാറി അവനെ കടിക്കുകയാണ്. ഗോകു ആണെങ്കിൽ പേടിച്ച് എങ്ങനെയൊക്കെയോ താഴേക്ക് വരും. അപ്പൊ അവന്റെ അടുത്തൂടെ ഒരു കങ്കാരു അത് നടന്നു പോകുന്നത് കാണും. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അതിന്റെ അടുത്തേക്ക് വരും. അത് ഗോകുവെ തന്നെ നോക്കും. ഗോകു ക്ലോസ് തന്നെ താമസം. കങ്കാരുവും അതിന്റെ കുഞ്ഞും അവനെ അറഞ്ചും പുറഞ്ചും കിക്ക് ചെയ്ത് അങ്ങനെ തെറിപ്പിച്ച് കളയാണ്. കിക്ക് കിട്ടി ഗോകു തെറിച്ചു പോയി അടിച്ചു വീഴും. ഗോകു ആണെങ്കിൽ പേടിയോടുകൂടെ പതിയെ തലയോർത്ത് നോക്കും. ആ ഒരു കങ്കാരു ആണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ അസിസ്റ്റന്റ് ബീസ്റ്റ് അവനാണെങ്കിൽ അടുത്ത ആൾക്കാരെ എയിം ചെയ്ത് ഇപ്പൊ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. അതേസമയം മാസ്റ്റർ റോഷിയുടെ വീട് കാണിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും വീട്ടിലേക്ക് എത്തി മാക്സും ടീ ഒക്കെ കുടിച്ച് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ആ മാഷ്ലാറ്റ്സ് മാൻ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണോ? ആ 7 ഡ്രാഗൺ ബോൾ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ വരുമോ? ഇതിനോട് നമ്മുടെ വിഷു പറഞ്ഞ് മൊട്ടപ്പനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയണേ? ബൊൽമോ പറയും, അതെ, അത് തീർച്ചയായിട്ടും നടക്കും. ഓൾറെഡി ഒക്കെ ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതാണ്. സോ അതുകൊണ്ട് തന്നെ മുട്ടപ്പനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. പക്ഷേ മാസ്റ്റർ റോഷി പറഞ്ഞതനുസരിച്ച് മിക്കവാറും ആ മോൺസ്റ്റേഴ്സിന്റെ കയ്യിലായിരിക്കും ഇപ്പൊ കുറച്ച് ഡ്രാഗൺ ബോൾസ്. നിങ്ങൾ തകർക്കാതെ നമുക്കതൊന്നും സ്വന്തമാക്കാനോ തിരികെ മൊട്ടപ്പനെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ കഴിയില്ല. അവരെല്ലാം കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയം ഇവിടെ നമ്മുടെ റോഷി അപ്പാപ്പനാണെങ്കിൽ ബൊൽമയുടെ സീക്രട്ട് പ്ലേസിലേക്ക് തന്നെ നോക്കും. അത് കണ്ട് കൺട്രോൾ പോയ ബൊൽമ അവൾ ചാടി
വന്ന് റോഷിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ റോഷിയോട് ദേഷ്യപ്പെട്ട് പറയും, ഇത് കളിക്കേണ്ട സമയമല്ല, നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. ആ സമയം ഇപ്പോൾ ടി വിയിൽ ഒരു ന്യൂസ് വരും. വേൾഡ് മാർഷൽ ആർട്സ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നു എന്നായിരിക്കും ആ ന്യൂസിൽ പറയാം. ആ ന്യൂസ് കാണുമ്പോൾ തന്നെ ഇത് ചെയ്തത് ആ മോൺസ്റ്റർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ ഇപ്പൊ കാര്യത്തിന്റെ സീരിയസ്നെസ് അത് കുറെ കൂടെ മനസ്സിലാവും. നമുക്ക് എത്രയും വേഗം ഡ്രാഗൺ ബോൾസ് കണ്ടെത്തണം, ഇനി ഒട്ടും വൈകിക്കൂടാ. ബുൽമ അടുത്ത ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ അത് എവിടെയാണെന്ന് ചോദിക്കും. അവളാണെങ്കിൽ റഡാർ ഉപയോഗിച്ച് അത് കണ്ടെത്തും. അടുത്ത നിമിഷം അവരാണെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ഗ്രാമം കാണിക്കും. അവിടുത്തെ നദിയിൽ സ്ത്രീകളെല്ലാവരും വസ്ത്രം കഴുകാണ്. കുട്ടികളാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളി കളിക്കുമ്പോഴായിരിക്കും ആ മാർഷൽ ആർട്സ് മത്സരത്തിൽ പങ്കെടുത്ത ഒരാൾ കുത്തേറ്റ് അതുവഴി ഒഴുകി വരിക. നദിക്കരയിലായിട്ട് ആ ഒരു സിമ്പല് അതും പതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുകളിലായി നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ നദിക്ക് കുറുകെ ഫ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ലോഞ്ചാണത് ഡ്രൈവ് ചെയ്യുന്നത്. മാർഷൽ ആർട്സ് മാൻ പറയും, ഗോകുവിനെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ആ ഒരു മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ബുൽമയ്ക്കാണെങ്കിൽ അവളുടെ ടെൻഷൻ കൂടും. ഓ ലോഡ്, ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് എത്തുന്നത് വരെയെങ്കിലും അവൻ ജീവനോട് കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ സഹായം ആവശ്യമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ മോൺസ്റ്ററിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. അതേസമയം ഇവിടെ ഗോകു ആണെങ്കിൽ വിശന്ന് വലഞ്ഞ് അങ്ങനെ നടന്നു വരികയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒരടി പോലും നടക്കാനായിട്ട് കഴിയില്ല. ക്ഷീണിച്ച് അവശനായി മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴായിരിക്കും നല്ലൊരു ഫിഷ് ഫ്രൈയുടെ സ്മെല്ല്. അതിപ്പോ നമ്മുടെ ചെക്കൻ്റെ സ്മോക്കിൽ അടിക്കുക. അവനാണെങ്കിൽ ആ സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് ഓടി അടുക്കും. വലിയൊരു ജയന്റ് ഫിഷിനെ ആരോ അവിടെ ഗ്രില്ല് ചെയ്യുകയാണ്. ചുറ്റും ആരും തന്നെ ഇല്ല. ഗോകു ആണെങ്കിൽ ആവേശത്തിൽ ചാടി വന്ന് ആ ഫിഷ് കഴിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ എന്താ ഉണ്ടായിരുന്ന തീ അത് അവന്റെ മൂട്ടിൽ പിടിച്ച് ഗോകു ആണെങ്കിൽ വേദനയോട് നിലവിളിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പോൾ ആ തീയിലേക്ക് മണ്ണ് വാരിയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഒരു ഫിഷ് മുഴുവനായിട്ട് തിന്നു തീർക്കും. വയറു നിറയെ ഭക്ഷണം കിട്ടിയ സന്തോഷത്തിൽ ഗോകു ആണെങ്കിൽ അല്പനേരം ഏമ്പൊക്കെ വിട്ട് ഹായി ആയിട്ട് കിടക്കും. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന വലിയൊരു പാറ അത് അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആട്ടിച്ച് തകർക്കും. യാഹൂ, എനിക്ക് നഷ്ടപ്പെട്ട പവർ അത് തിരികെ കിട്ടിക്കഴിഞ്ഞു. ഉറപ്പായാലും ഇനി ഞാൻ ആ മോൺസ്റ്ററിനെ വെറുതെ വിടില്ല. മൊട്ടപ്പ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല. ഒരു കാരണവശാലും ഞാൻ അവനെ വെറുതെ വിടില്ല. നിന്നെ അവൻ എന്നിൽ നിന്ന് ഇല്ലാതാക്കി മാറ്റി. അതുപോലെ തന്നെ എൻ്റെ ഫ്ലൈങ് നിംബസിനെയും അവൻ തകർത്ത് കളഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ടെററായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ഗോകു അവൻ്റെ റഡാറിനെ കുറിച്ച് ചിന്തിക്കുക. അവൻ ആ റഡാർ ചെക്ക് ചെയ്യും. അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഡ്രാഗൺ ബോൾ ഉണ്ട്. സോ മോൺസ്റ്റർ അതിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവനെ വെല്ലുവിളിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം വലിയൊരു പാറ വന്ന് ഗോകുവിൻ്റെ നേർക്ക് വീഴുകയാണ്. ഗോകു ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ പാറയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് തെന്നി മാറുകയാണ്. അപ്പോഴായിരിക്കും ഒരു ജയന്റ് ചെക്കൻ അവിടേക്ക് കടന്നു വരിക. ഞാൻ മോൺസ്റ്റർ ഒന്നുമല്ല, എൻ്റെ ഫിഷാണ് നീ എടുത്ത് തിന്നത്. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ച എൻ്റെ ഫിഷിനെ നീ എടുത്ത് തിന്നും. മര്യാദയ്ക്ക് അതിനെ എനിക്ക് തിരികെത്താം. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അപ്പോഴായിരിക്കും ഗോകു ആ പയ്യൻ്റെ കഴുത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. 1 സ്റ്റാർ ഡ്രാഗൺ ബോൾ അത് അവൻ്റെ കഴുത്തിൽ ഒരു മാലയായിട്ട് ഇട്ടിരിക്കുകയാണ്. ഗോകു അതുകൊണ്ട് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.